പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, UDF കേന്ദ്രങ്ങളെപ്പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വിജയമാണ് ഇത്തവണ അവർക്കുണ്ടായത്. അവർ യഥാർത്ഥത്തിൽ നമ്മളവരോട് സ്വകാര്യ സംഭാഷണമൊക്കെ നടത്തുമ്പോൾ ഒരു 75-80 സീറ്റ് എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ VD സതീശൻ്റെ 100-ന് മുകളിലുള്ള പ്രവചനം ഉണ്ടായിരുന്നു. പ്രവചനം അദ്ദേഹം സ്ഥിരമായി നടത്താറുണ്ട്. നമ്മളതിനകത്തേക്ക് തൽക്കാലം ഇപ്പോൾ പോകണ്ട. എന്തായാലും ഒരു 75-80 സീറ്റ് എന്നുള്ള നിലയിലാണ് UDF നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമൊക്കെ കരുതിയിരുന്നത്. എന്നാൽ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 102 സീറ്റിലേക്ക് UDF എത്തി. അതായത് 100 കടന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ UDF LDF തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏതാണ്ട് ഒരു 9% ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഈ വിജയത്തിൽ നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് UDFന് 102 സീറ്റ് കിട്ടിയത്? നമുക്കറിയാം UDFന് 80+ സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രബല മതവിഭാഗങ്ങൾ സമ്പൂർണ്ണമായി ഇത്തവണ UDFനായിരുന്നു എന്നാണ്. നമുക്കറിയാം 30% ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ, അതിലൊരു ഒരു 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 8-10% 2021 തെരഞ്ഞെടുപ്പിൽ LDFനാണ് ചെയ്തത്. ക്രിസ്ത്യാനികളിൽ വലിയ വിഭാഗം 2021 LDFനാണ് ചെയ്തത്. അങ്ങനെയാണ് LDFന് എന്നൊരു വമ്പൻ വിജയം ഉണ്ടായത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മതവിഭാഗങ്ങൾ N ബ്ലോക്കായി തന്നെ UDFന് ചെയ്യും എന്നായിരുന്നു കണക്കുകൂട്ടൽ. അതായത് 30% ഉള്ള മുസ്ലിങ്ങളിൽ ഏതാണ്ട് ഒരു 10-28%, 15-16% ഉള്ള ക്രിസ്ത്യാനികളിൽ ഏതാണ്ട് ഒരു 10-13%, നായന്മാരിൽ തന്നെ വലിയൊരു വിഭാഗം. അപ്പം മതവിഭാഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി UDFന് ചെയ്യും എന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു 75-80 സീറ്റ് എന്ന് UDF നേതാക്കന്മാർ അതായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം മറികടന്നുകൊണ്ട് 80 സീറ്റ് എന്നവർ പ്രതീക്ഷിച്ചിരുന്നത് മറികടന്നുകൊണ്ട് 102 സീറ്റിലേക്ക് UDF എങ്ങനെ എത്തി എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ പ്രതിപാദ്യം. പക്ഷേ എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിച്ചിരുന്നൊരു 10-22 സീറ്റ് കൂടുന്നു. അതെങ്ങനെ കൂടി? അവർക്ക് 75-80 സീറ്റിലേക്ക് അവർ വരാൻ കാരണം മതവിഭാഗങ്ങളെല്ലാം അവരുടെ പുറകിൽ അണിനിരന്നു ഒറ്റക്കെട്ടായി എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് എന്തോ ഒരു ഘടകം വർക്കൗട്ട് ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ ഈ 102 സീറ്റിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അതെന്താണ്, അതെവിടെ നിന്നാണ് എന്നുള്ളതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, അത് പറയാൻ ശ്രമിക്കുമ്പോൾ UDFന് 100 സീറ്റിൽ കൂടുതൽ കിട്ടുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്നു. 105 സീറ്റ് എന്ന് ഞാൻ പ്രവചിച്ചിരുന്നു. അത് പ്രവചിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് മതങ്ങളുടെ UDFന് അനുകൂലമായിട്ടുള്ള ധ്രുവീകരണം തന്നെയാണ്. എന്നാൽ അതിനൊപ്പം തന്നെ CPMൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാകും എന്ന് കൂടി ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. എൻ്റെ പഴയ വീഡിയോകൾ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ഞാൻ 100 സീറ്റിൽ കൂടുതൽ UDFന് പ്രവചിക്കാൻ കാരണം ഞാൻ പറഞ്ഞു 2 ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും UDFന് അനുകൂലമായി. ഒന്ന്, മതങ്ങളുടെ ധ്രുവീകരണം, മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണം, ക്രിസ്ത്യൻ വോട്ടുകളുടെ ധ്രുവീകരണം, നായർ വോട്ടുകളുടെ ധ്രുവീകരണം, നാടാർ വോട്ടുകളുടെ ധ്രുവീകരണം. ഇതൊക്കെ UDFന് അനുകൂലമാകും എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ ആദ്യമായി CPMൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാകും. അത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് UDF 100 സീറ്റിന് മുകളിലേക്ക് പോവുക എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം 2, 3, 4 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ നടത്തിയ ആ പ്രവചനം സമ്പൂർണമായി ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അത് VD സതീശൻ നടത്തിയ പോലൊരു പ്രവചനമല്ല. VD സതീശൻ ചുമ്മാ 100 സീറ്റിൽ കൂടുതൽ പോകും എന്ന് പ്രവചിക്കുകയാണ് ചെയ്തതെങ്കിൽ 100 സീറ്റിൽ കൂടുതൽ പോകാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് അടിവരയിട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺഈക്വോക്കലായി പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തനം നടത്തിയിരുന്നു. അതാണിപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത്ര ഉജ്ജ്വലമായിട്ടുള്ളൊരു വിജയം UDFന് സമ്മാനിച്ചത് CPMൻ്റെ താഴെത്തട്ടിലെ അണികളാണ് എന്നാണ്. അവരാണ് UDFന് 10-20 കൂടുതൽ സീറ്റുകൾ ഈ വെള്ളിത്തളികയിൽ വെച്ച് UDFന് കൊടുത്തത്. അവർ കാരണമാണ് ഈ 102 സീറ്റിലേക്ക് UDF എത്തിയത്.
അപ്പോൾ യു ഡി എഫിന് ഇത്രയും വലിയൊരു വിജയമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അടിത്തട്ടിലുള്ള CPM-ൻ്റെ വോട്ടർമാരാണ്. നമുക്കിനി അത് കണ്ണൂർ മൂലം നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുക്കാം. കണ്ണൂർ ജില്ലയെക്കുറിച്ചിട്ട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചുവപ്പ് കോട്ട, CPM-ൻ്റെ അടിത്തറ, 30 വർഷക്കാലമായി കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ജില്ല, ഏറ്റവും സുശക്തമായിട്ടുള്ള പാർട്ടി സംവിധാനമുള്ള ജില്ല, ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ പാർട്ടി CPM നേതാക്കന്മാരെ ഉത്ഭവിച്ചിട്ടുള്ള ജില്ല. ഇപ്പോൾ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ 2 പേര്, കഴിഞ്ഞ സർക്കാരിലെ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി എല്ലാം കണ്ണൂരിൽ നിന്ന്, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എല്ലാം കണ്ണൂരിൽ നിന്ന്. അങ്ങനെയുള്ള സുശക്തമായിട്ടുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിൽ 30 വർഷക്കാലമായി ഏതാണ്ടൊരു 6-7 സീറ്റുകൾ അവരുടെ കുത്തകയായിരുന്നു. കുത്തക. UDF ജയിച്ചാലും LDF ജയിച്ചാലും ഒരു 6-7 സീറ്റുകൾ അവർക്കായിരിക്കും. അതായത് തൃക്കരിപ്പൂര്, പയ്യന്നൂർ, കല്യാശ്ശേരി, ധർമ്മടം, തലശ്ശേരി, അഴീക്കോട്, മട്ടന്നൂർ. ഈ 7 സീറ്റ്. അതിൽ അഴീക്കോട് ചിലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പക്ഷേ അതിൽ ഈ പറഞ്ഞ ഒരു 6 സീറ്റ് എന്ന് പറയുന്നത് അവരുടെ കുത്തകയായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ പല മണ്ഡലങ്ങളുടെയും രൂപീകരണത്തിന് ശേഷം CPM മാത്രമേ ജയിച്ചിട്ടുള്ളൂ. പയ്യന്നൂരിൽ ഏതാണ്ട് 10-15 തെരഞ്ഞെടുപ്പിൽ CPM ജയിച്ചത്. തൃക്കരിപ്പൂർ മണ്ഡലം രൂപീകരണത്തിന് ശേഷം ഇതുവരെ CPM മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ മട്ടന്നൂരിൽ 2021 60,000-ൽ കൂടുതലായിരുന്നു ഭൂരിപക്ഷം. ധർമ്മടത്ത് 50,000-ൽ കൂടുതലായിരുന്നു ഭൂരിപക്ഷം. കല്യാശ്ശേരിയിൽ 40,000-ൽ കൂടുതലായിരുന്നു ഭൂരിപക്ഷം. കുറഞ്ഞ ഭൂരിപക്ഷം ലഭിക്കുമായിരുന്നത് അഴീക്കോടും തലശ്ശേരിയുമാണ്. എന്തായാലും ഒരു 5-6 സീറ്റുകൾ ഉറപ്പായിരുന്നു കഴിഞ്ഞ 10, 20, 30 വർഷക്കാലമായി. അപ്പോൾ പയ്യന്നൂർ നമ്മൾ എടുക്കൂ. 10-15 വർഷമായി തെരഞ്ഞെടുപ്പായിട്ട് LDF മാത്രമാണ് അവിടെ ജയിക്കുന്നത്. അവിടെ 2021 എന്താ സംഭവിച്ചത്? 93,000 വോട്ടാണ് CPM-ന് അവിടെ ലഭിച്ചത്. 50,000 വോട്ടിനാണ് CPM അവിടെ ജയിച്ചത്. ഇതാണ് പയ്യന്നൂർ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അവിടങ്ങളിലെ. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാതിരുന്ന ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ്. 8 മണ്ഡലങ്ങൾ, തളിപ്പറമ്പ് കൂടെ ചേർത്താൽ 8 മണ്ഡലങ്ങൾ, എല്ലാ CPM-ൻ്റെ കോട്ടകൾ. അവിടങ്ങളിൽ ഇത്തവണ സംഭവിച്ചത് എന്താ സുഹൃത്തുക്കളെ? കണ്ണൂരിൽ നമുക്ക് തുടങ്ങാം. പയ്യന്നൂർ കഴിഞ്ഞ തവണ 2021 50,000 വോട്ടുകൾക്ക് ജയിച്ച പയ്യന്നൂരിൽ ഇത്തവണ 7,000 ചില്ലാനം വോട്ടിന് V കുഞ്ഞികൃഷ്ണൻ ജയിക്കുന്നു. കഴിഞ്ഞ തവണ 25,000, 30,000 വോട്ടിന് ജയിച്ച തളിപ്പറമ്പിൽ ഇത്തവണ 18,000 വോട്ടിന് TK ഗോവിന്ദൻ ജയിക്കുന്നു. കഴിഞ്ഞ തവണ 60,000-ലധികം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മട്ടന്നൂരിൽ ഇപ്പോൾ ഏതാണ്ട് 10,000 വോട്ടിനാണ് അവിടുത്തെ LDF-ൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. 2021 50,000 വോട്ടിന് കൂടുതൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന സാക്ഷാൽ പിണറായി വിജയൻ ജയിച്ച ധർമ്മടത്ത് 18,000 വോട്ടിനാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അഴീക്കോട് ചില്ലറ വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. തലശ്ശേരിയിലും ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയൊരു ഒരു വിപ്ലവം, ഒരു അട്ടിമറി, ഒരു അടിത്തട്ടിൽ നിന്നുള്ള ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാരാ? അതിന് കാരണക്കാർ CPM-ആണ്. ഇപ്പോൾ തൃക്കരിപ്പൂർ രൂപീകരിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ CPM ഇവിടെ ജയിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് ജയിച്ചത് ആരാ? സന്ദീപ് വാര്യർ. ആരാണ് സന്ദീപ് വാര്യർ? BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന പാലക്കാട് നിന്നുള്ളൊരു ചെറുപ്പക്കാരൻ. തൃക്കരിപ്പൂർ പോയി നിൽക്കുകയാണ്, അവിടെ നിന്ന് അവൻ ജയിക്കുകയാണ്. അവിടെ തൃക്കരിപ്പൂർ സന്ദീപ് വാര്യരെ ജയിപ്പിച്ചത് UDF-കാരാണോ? ഒന്നുമല്ല. തൃക്കരിപ്പൂർ സന്ദീപ് വാര്യരെ ജയിപ്പിച്ചത് CPM-കാരാണ്. പയ്യന്നൂർ കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ചത് CPM-കാരാണ്. തളിപ്പറമ്പിൽ TK ഗോവിന്ദനെ ജയിപ്പിച്ചത് CPM-കാരാണ്. മട്ടന്നൂരിൽ 60,000-ൽ നിന്ന് ഭൂരിപക്ഷം 10,000-ലേക്ക് കുറച്ചെങ്കിൽ അതിൻ്റെ കാരണം CPM-കാർ മാറി വോട്ട് ചെയ്തതാണ്. സാക്ഷാൽ പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം 50,000-ൽ നിന്ന് 18,000-ആക്കി കുറച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ CPM-കാരാണ്. അപ്പം അതുകൊണ്ട് കണ്ണൂരിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് CPM-ൻ്റെ അണികൾ. CPM-ൻ്റെ തലതിരിഞ്ഞ നേതൃത്വത്തിന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി
പതിറ്റാണ്ടുകളായി CPM-ന്റെ കോട്ടയായി നിന്നിരുന്ന പല മണ്ഡലങ്ങളിലും CPM-കാർ തിരിച്ചു കുത്തിയതിനെ തുടർന്ന് കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിച്ചിരിക്കുകയാണ്. ആണ് കണ്ണൂരത്തെ അവസ്ഥ. ഇനി കണ്ണൂർ മാത്രമാണോ? നമ്മൾ കണ്ണൂരിന് പുറത്തേക്ക് നമ്മൾ നോക്കിയാലും CPM-ന്റെ കോട്ടകളായിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ ഭൂരിപക്ഷത്തിന് UDF ജയിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ കോഴിക്കോടേക്ക് വരൂ. കോഴിക്കോടത്തെ ഏറ്റവും വലിയ CPM-ന്റെ കോട്ട എന്ന് പറഞ്ഞാൽ എന്താ? ബേപ്പൂരാണ്. ബേപ്പൂരിൽ CPM മാത്രമേ ഇതുവരെ ജയിച്ചിട്ടുള്ളൂ. ബേപ്പൂരിൽ 2021 തെരഞ്ഞെടുപ്പിൽ 29,000 വോട്ടിന് മുഹമ്മദ് റിയാസ് ജയിച്ച സ്ഥലത്ത് ഇത്തവണ കഷ്ടിച്ച 7,000 വോട്ടിനാണ് മുഹമ്മദ് റിയാസ് ജയിച്ചത്. അതുപോലെ തന്നെ കോഴിക്കോടത്തെ പേരാമ്പ്ര 42 വർഷമായി CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് പേരാമ്പ്ര. അവിടെ LDF കൺവീനറെ തോൽപ്പിച്ചത് മുസ്ലിം ലീഗിലെ ഫാത്തിമ തഹലിയാണ് ഏതാണ്ട് 7,000 വോട്ടിന്. CPM-കാരല്ലേ തോൽപ്പിച്ചത്? പേരാമ്പ്രയിൽ തോൽപ്പിച്ചത് CPM-കാരല്ലേ? ബേപ്പൂരിൽ ഭൂരിപക്ഷം കുത്തനെ കുറച്ചത് CPM-കാരല്ലേ? അതുപോലെ തന്നെ ഇലത്തൂർ മണ്ഡലം, അവിടെ CPM-ന്റെ ഒരു ശവശരീരം പോയി മത്സരിച്ചാലും ജയിക്കുമെന്ന് പറയുന്ന സ്ഥലത്ത് ഇലത്തൂരിൽ CPM-നെ തോൽപ്പിച്ചു. AK ശശീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. അവിടെ UDF ജയിച്ചു. ആര് വോട്ട് ചെയ്തിട്ടാണ്? CPM-കാർ വോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ തൃക്കരിപ്പൂർ CPM-കാർ വോട്ട് ചെയ്തു, UDF ജയിച്ചു. പയ്യന്നൂർ CPM-കാർ വോട്ട് ചെയ്തു, UDF ജയിച്ചു. തളിപ്പറമ്പിൽ CPM-കാർ വോട്ട് ചെയ്തു, UDF ജയിച്ചു. ബേപ്പൂര് CPM-ന്റെ ഭൂരിപക്ഷം കുത്തനെ കുറച്ചു CPM-കാർ. പേരാമ്പ്രയിൽ CPM-കാർ വോട്ട് ചെയ്തു, UDF ജയിച്ചു. എലത്തൂർ CPM-കാർ വോട്ട് ചെയ്തു, UDF ജയിച്ചു. ഇനി മലപ്പുറത്തേക്ക് നമ്മളൊന്ന് വന്ന് നോക്കിയേ. മലപ്പുറത്ത് വന്നാലുള്ള സ്ഥിതി എന്താ? മലപ്പുറത്ത് എല്ലാ സീറ്റിലും LDF ജയിക്കുമ്പോഴും UDF ജയിക്കുന്ന മണ്ഡലമാണ് പൊന്നാനി. സഖാവ് ഇമ്പിച്ച് ബാബു മുതൽ ശ്രീരാമകൃഷ്ണൻ വരെയുള്ള ആളുകൾ ജയിച്ച മണ്ഡലമാണ് പൊന്നാനി. ആ പൊന്നാനിയിൽ ഇത്തവണ ആരാ ജയിച്ചത്? UDF ആണ് ജയിച്ചത്. CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ UDF പൊന്നാനിയിൽ ജയിച്ചത്. ഇനി നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് വന്നേ. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ ഇടുക്കി നമ്മളൊന്ന് എടുത്തേ. ഇടുക്കിയിൽ 5 മണ്ഡലത്തിലും UDF തന്നെയല്ലേ ജയിച്ചത്. ഇടുക്കിയിലെ ഉടുമ്പൻചോല മണ്ഡലം, ഉടുമ്പൻചോല മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 40,000 വോട്ടിന് MM മണി ജയിച്ച സ്ഥലത്ത് ഇത്തവണ ആരാ ജയിച്ചത്? UDF അല്ലേ ജയിച്ചത്? UDF അല്ലേ? അപ്പം ഇടുക്കി ജില്ലയിൽ CPM ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച ആ മണ്ഡലത്തിൽ UDF ആണ് ജയിച്ചത്. CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ. ഇനി കോട്ടയത്തേക്ക് വന്നേ. കോട്ടയത്ത് ഏറ്റുമാനൂർ VN വാസവൻ തോറ്റത് എങ്ങനെയാ? CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ. അല്ല നാട്ടകം സുരേഷിന് വേണ്ടി UDF-കാർ പണിയെടുത്തുകൊണ്ടാണോ അവിടെ VN വാസവൻ ജയിച്ചു? ഒന്നുമല്ല, CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ. കോട്ടയം ജില്ലയിലെ അവസ്ഥ. ഇനി കൊല്ലം ജില്ലയിലേക്ക് വന്നേ. കൊല്ലം ജില്ലയിൽ പച്ച തൊട്ടിട്ടുണ്ടോ CPM? കൊല്ലം ജില്ലയിലെ ഇരവിപുരത്ത് പോലും UDF ജയിച്ചു. അവിടെ സ്ഥിരമായി CPM ജയിക്കുന്ന മണ്ഡലമായിരുന്നു. ഇടയ്ക്ക് ഒരു തവണ കണ്ട് മുസ്ലിം ലീഗ് ഈ CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ അവിടെ UDF വലിയ വിജയം നേടിയത്. കുണ്ടറയിൽ ബേബി മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽ 30-35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനല്ലേ അവിടെ UDF-ലെ PC വിഷ്ണുനാഥ് ജയിച്ചത്. കൊല്ലത്ത് മുഴുവൻ തീർത്ത് കളഞ്ഞില്ലേ CPM-കാർ. കൊല്ലത്ത് എവിടെയൊക്കെ CPM-ന് ശക്തിയുള്ള മണ്ഡലങ്ങളുണ്ടോ അവിടെയെല്ലാം UDF ജയിച്ചു. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നേ. തിരുവനന്തപുരത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വാമനപുരം എന്ന് പറയുന്ന മണ്ഡലമുണ്ട്. അവിടെ CPM ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന സ്ഥലമാണ് വാമനപുരം. അവിടെ സുധീർ ഷാ പാലോട് എന്ന് പറഞ്ഞൊരു പയ്യൻ വന്ന് പുല്ലുപോലെ അവിടെ നിന്ന് ജയിച്ചു പോയി. ആര് വോട്ട് ചെയ്തിട്ടാ? CPM-കാർ വോട്ട് ചെയ്തിട്ടാ. അപ്പം അതുകൊണ്ട് UDF-ന് ഇത്തവണ 102 വോട്ടിൻ്റെ സീറ്റിൻ്റെ ഉജ്ജ്വല വിജയം കേരളത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് CPM-കാർ സമ്മാനിച്ച വിജയമാണ് എന്ന് UDF-കാർക്ക് ബോധ്യമാവണം. CPM-ന്റെ ഇപ്പോഴത്തെ ഈ അധമ നേതൃത്വത്തിന്, ഈ ഏകാധിപത്യ നേതൃത്വത്തിന്, ഈ ഭരണഘടനാ വിരുദ്ധ നേതൃത്വത്തിന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള CPM-ന്റെ താഴെത്തട്ടിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഇതിൽ ചർച്ച ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട ജില്ലയുണ്ട്. അതാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ CPM-ന്റെ കോട്ടയാണ്. അവിടെ മത്സരിച്ച സുധാകരന് അദ്ദേഹം CPM-ൽ നിന്നപ്പോൾ അമ്പലപ്പുഴയിൽ നിന്ന് കിട്ടിയ
ഏറ്റവും വലിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം 30,000 വോട്ടിനടുത്ത് ഭൂരിപക്ഷത്തിന് അമ്പലപ്പുഴയിൽ നിന്ന് ജി സുധാകരൻ ജയിച്ചെങ്കിൽ അതാര് വോട്ട് ചെയ്തിട്ടാണ് സുഹൃത്തുക്കളെ? അത് CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ? അമ്പലപ്പുഴയിൽ എച്ച് സലാം 30,000 വോട്ട് തോറ്റെങ്കിൽ അത് CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ? ആലപ്പുഴയിൽ എവിടെയാണ് CPM ജയിച്ചിട്ടുള്ളത്? ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നൊരു മത്സ്യത്തൊഴിലാളി, ഒരു ചെറുപ്പക്കാരൻ, തോമസ് എന്ന ചെറുപ്പക്കാരൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ആര് വോട്ട് ചെയ്തിട്ടാണ്? CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ? ഹരിപ്പാട് 23,000 വോട്ടിന് രമേശ് ചെന്നിത്തല ജയിക്കുന്നു. ആര് വോട്ട് ചെയ്തിട്ടാണ്? CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ? കായംകുളത്ത് പ്രതിഭാഹരി സാമാന്യ നല്ല ഭൂരിപക്ഷത്തിൽ തോൽക്കുന്നു. ആര് വോട്ട് ചെയ്തിട്ടാണ്? CPM-കാർ വോട്ട് ചെയ്തിട്ടല്ലേ? അപ്പോൾ കണ്ണൂർ നമ്മളെടുത്താലും, കോഴിക്കോട് എടുത്താലും, നമ്മൾ മലപ്പുറം എടുത്താലും, നമ്മൾ ഇടുക്കി എടുത്താലും, നമ്മൾ കൊല്ലം എടുത്താലും, നമ്മൾ തിരുവനന്തപുരം എടുത്താലും, അവിടങ്ങളിലൊക്കെ തന്നെ CPM കോട്ടകളിൽ UDF വലിയൊരു ഇരച്ചു കയറ്റം നടത്തിയെങ്കിൽ അതിൻ്റെ കാരണം CPM-കാർ വോട്ട് ചെയ്തിട്ടാണ്, CPM-ൻ്റെ അണികൾ വോട്ട് ചെയ്തിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. CPM എന്ന് പറഞ്ഞാൽ ഈ CPM-ൻ്റെ ഇന്നത്തെ അധമ നേതൃത്വത്തിനെ ഒരു പാഠം പഠിപ്പിക്കാൻ, CPM-ൻ്റെ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ മസ്തകം തകർക്കാൻ CPM-ൻ്റെ അണികൾ CPM-ൻ്റെ നേതൃത്വത്തിന് നൽകിയ ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ UDF-ന് 102 സീറ്റിൻ്റെ വിജയം നേടിക്കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.